ഗുഡ് മോർണിംഗ് ടു ഓൾ. പേജ് നമ്പർ 190 അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജർ എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതായത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ബുക്സ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെയും ട്രാൻസ്ഫറി കമ്പനിയുടെയും ബുക്സ് ഓഫ് അക്കൗണ്ട് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ടൈപ്പിൻ്റെ അണ്ടറിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഏത് ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ ആയാലും, അതായത് അമാൽഗമേഷൻ ഇൻ ദ കേസ് ഓഫ് നേച്ചർ ആയാലും അമാൽഗമേഷൻ ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് ആയാലും ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് രണ്ട് കേസിലും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മാത്രമേ ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളൂ. അതായത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആയാലും മെർജർ ആയാലും ട്രാൻസ്ഫറി കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് രണ്ട് കേസിലും സെയിം ആണ്. സോ നമ്മളിവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുമ്പോൾ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിനുശേഷമാണ് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് മെർജറിലേക്ക് പോകുന്നത്. സോ ഈ രണ്ട് മെത്തേഡിലും ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ക്ലോസ് ചെയ്യാനായിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് അമാൽഗമേഷൻ ഇൻ ദ കേസ് ഓഫ് പർച്ചേസ് അല്ലെങ്കിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് പഠിച്ചു തുടങ്ങുന്നത്. പേജ് നമ്പർ 191 അക്കൗണ്ടിങ് പ്രൊസീജിയർ ഇൻ ദ ബുക്സ് ഓഫ് ട്രാൻസ്ഫറർ കമ്പനി. അതായത് അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഇവിടെ അക്കൗണ്ടിങ് പ്രൊസീജിയർ എങ്ങനെയാണ് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ അഡോപ്റ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം ഒരു 10 സ്റ്റെപ്പാണുള്ളത്. ദ ഫോളോയിങ് പ്രൊസീജിയർ ഈസ് അഡോപ്റ്റഡ് ബൈ ദ ട്രാൻസ്ഫറർ കമ്പനി ടു ക്ലോസ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നാണ് പറയുന്നത്. ആ പ്രൊസീജിയർ പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനി ഓൺ ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അല്ലെങ്കിൽ ട്രാൻസ്ഫറർ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന ആ ഡേറ്റിലെ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. അതായത് ട്രാൻസ്ഫറർ കമ്പനി ട്രാൻസ്ഫറി കമ്പനിയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ ട്രാൻസ്ഫറി കമ്പനി ട്രാൻസ്ഫറർ കമ്പനീനെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. അപ്പം ആ ട്രാൻസ്ഫറർ കമ്പനിയുടെ ബിസിനസ് നിന്ന് പോകുകയാണ്, അത് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആ ഡേറ്റിൽ അവരുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടി റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അസറ്റ്സും ലയബിലിറ്റീസും ട്രാൻസ്ഫറർ കമ്പനിയുടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അസറ്റ്സ് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രി പറയുന്നുണ്ട്. ഫോർ ക്ലോസിംഗ് വേരിയസ് അസറ്റ്സ് ക്ലോസ് ചെയ്യാനായിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് അപ് ടു സൺഗ്രി അസറ്റ്സ്. അതായത് ഇവിടെ ഓരോ അസറ്റ്സും, അതായത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ഓരോ അസറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്ത് അതിൻ്റെ ബുക്ക് വാല്യൂ എമൗണ്ട് കോളത്തിൽ കാണിക്കണം. സോ ഇതാണ് പറഞ്ഞെങ്കിൽ വിത്ത് ദെയർ ഇൻഡിവിജ്വൽ ബുക്ക് വാല്യൂ. മൊത്തത്തിൽ സൺഗ്രി അസറ്റ്സ് എന്ന് പറഞ്ഞല്ല നമ്മൾ മൊത്തം ടോട്ടൽ അസറ്റ് അല്ല കാണിക്കുന്നത്. ഇപ്പോൾ ഡെപ്റ്റർ, ക്യാഷ്, അങ്ങനെയുള്ള സ്റ്റോക്ക്, അങ്ങനെയുള്ള ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് കാണിക്കണം. അതുപോലെ തന്നെ ലൈബിലിറ്റീസ് ക്ലോസ് ചെയ്യുന്നതിന് ലൈബിലിറ്റീസ് അക്കൗണ്ട് അപ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ഇവിടെയും ഓരോ ലൈബിലിറ്റീസും ഇൻഡിവിജ്വലായിട്ട് കാണിക്കണം. ദെൻ റിയലൈസേഷൻ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. എഗ്രീഡ് വാല്യൂ ഓർ മാർക്കറ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ആർ ഇഗ്നോർഡ്. അതായത് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അസറ്റ്സ് ആണെങ്കിലും ലൈബിലിറ്റീസ് ആണെങ്കിലും അതിൻ്റെ ബുക്ക് വാല്യൂവിൽ വേണം റെക്കോർഡ് ചെയ്യാനായിട്ട്. അല്ലാതെ അതിന് അഡീഷണൽ ഇൻഫോർമേഷൻ ആയിട്ട് അതിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ എഗ്രീഡ് വാല്യൂ, അതായത് ട്രാൻസ്ഫറി കമ്പനി എത്ര എമൗണ്ടിനാണ് അത് എടുക്കാമെന്ന് എഗ്രി ചെയ്തിരിക്കുന്ന വാല്യൂ, അസറ്റ്സ് ഇത്ര രൂപയ്ക്ക് അസറ്റ് ഏറ്റെടുത്തോളാം അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്തോളാം എന്ന് പറയുന്ന ആ ഒരു എഗ്രീഡ് എമൗണ്ടോ അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് വാല്യൂ ഒന്നും കൺസിഡർ ചെയ്യത്തില്ല, അതെല്ലാം ഇഗ്നോർ ചെയ്യും. നമ്മൾ ബുക്ക് വാല്യൂ ആയിരിക്കും റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ഇഫ് ദ പ്രൊവിഷൻ ഈസ് ക്രിയേറ്റഡ് അഗെയിൻസ്റ്റ് അസറ്റ്, ദാറ്റ് അസറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫേർഡ് അറ്റ് ഇറ്റ്സ് ഗ്രോസ് എമൗണ്ട്. അതായത് ഒരു അസറ്റിന് എഗൻസ്റ്റ് ആയിട്ട് പ്രൊവിഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും ആ അസറ്റ് ഗ്രോസ് എമൗണ്ടിലായിരിക്കും
കാണിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു അസറ്റ് എടുക്കുവാണ്. ഡെപ്റ്ററിന് എഗനിസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലേ, പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ എമൗണ്ട് കാണിക്കുന്നത്? ഡെപ്റ്ററുടെ എമൗണ്ടിൽ നിന്നും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് കുറച്ചിട്ട് നെറ്റ് ഫിഗർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എമൗണ്ട് കോളത്തിൽ കാണിക്കുന്നത്. ബട്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന കേസിൽ ആ നെറ്റ് ഫിഗർ അല്ല കാണിക്കേണ്ടത്, ഗ്രോസ് എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അതായത് ഡെപ്റ്ററിൻ്റെ എമൗണ്ട് എത്രയാണോ അത് പ്രൊവിഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള ഡെപ്റ്ററിൻ്റെ ഗ്രോസ് എമൗണ്ട് വേണം കാണിക്കാനായിട്ട്. എന്നിട്ട് ആ പ്രൊവിഷൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അതായത് നമ്മൾ ലൈബിലിറ്റീസ് ക്ലോസ് ചെയ്തില്ലേ, ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു ലൈബിലിറ്റി ആയിട്ട് കാണിക്കണം. ഡെപ്റ്റർ എടുക്കുമ്പോൾ ഗ്രോസ് എമൗണ്ടേ കാണിക്കാവുള്ളൂ. ഇപ്പോൾ ഡെപ്റ്റർ എന്ന് പറയുന്ന ഒരു 50,000 ഉണ്ട്, പ്രൊവിഷൻ അതിന് എഗനിസ്റ്റ് ആയിട്ട് ഒരു 25,000 ഉണ്ടെന്ന് കരുതുക. സോ നമ്മൾ എന്താണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുമ്പം 50,000 എന്ന് പറയുന്ന ഡെപ്റ്റിൻ്റെ എമൗണ്ടിൽ നിന്നും 25,000 കുറച്ച് ബാലൻസ് ഉള്ള 25,000 ആണ് നെറ്റ് ഫിഗർ ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നത്. ബട്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം, ഡെപ്റ്റർ എന്നുള്ള കേസിൽ നമ്മൾ പ്രൊവിഷൻ കുറയ്ക്കുന്നതിന് മുമ്പുള്ള ഗ്രോസ് എമൗണ്ട് 50,000 തന്നെ കാണിക്കുക. അതിനുശേഷം ആ പ്രൊവിഷൻ എന്ന് പറയുന്നത് ആ 25,000 ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. So the intangible assets are transferred to realization account. അതായത് ഇൻടാൻജിബിൾ അസറ്റ് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെങ്കിലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഒന്നും എന്ത് ചെയ്യത്തില്ല, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ഡെബിറ്റ് ബാലൻസ് ഓഫ് സർപ്ലസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ അക്കൗണ്ട്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചർ, എക്സ്പെൻസ് ഇൻക്വേർഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചർ. ഇങ്ങനെ തുടങ്ങിയ ഫിക്റ്റീഷ്യസ് അസറ്റ് ഒന്നും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് മാറ്റത്തില്ല. ബട്ട് ഇൻടാൻജിബിൾ അസറ്റ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇനി നമ്മൾ അസറ്റ്സിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലൈബിലിറ്റീസിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. പ്രൊവിഷൻ സച്ചസ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട്, provision for taxation, provision for bad debt, provision for depreciation, etc. are transferred to realization account just like any other liability. സോ എന്താ പറയുന്നത്, ഇതിവിടെ പ്രൊവിഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷന്, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ, ഇതെല്ലാം എന്താണ് ബാക്കി ലൈബിലിറ്റീസ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ലൈബിലിറ്റീസ് ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമല്ലേ, അങ്ങനെ ഈ ലൈബിലിറ്റീസ് ഒക്കെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ഓരോ ലൈബിലിറ്റിയും അതുപോലെ തന്നെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇനിയാണ് അടുത്ത പോയിന്റിലാണ് പറയുന്നത് ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ. പ്രൊവിഷൻ എഗൈനിസ്റ്റ് ലൈബിലിറ്റീസ്, അതായത് ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇനി ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ ഈസ് ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ജസ്റ്റ് ലൈക്ക് ആൻ അസറ്റ്. അതായത് നമ്മൾ അസറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ലൈബിലിറ്റി ആയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ആ പ്രൊവിഷൻ എന്ത് ചെയ്യണം, അസറ്റായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതായത് ക്രെഡിറ്ററിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, ക്രെഡിറ്റിന് അഗനിസ്റ്റ് ആയിട്ട് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡെപ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ക്രെഡിറ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്ററിൻ്റെതിനകത്തുനിന്ന് ക്രെഡിറ്ററിൻ്റെ പ്രൊവിഷൻ നോക്കാതെ ഗ്രോസ് എമൗണ്ട് ആയിരിക്കണം നമ്മൾ റിയലൈസേഷനകത്ത് കാണിക്കേണ്ടത്. ദെൻ ഈ ക്രെഡിറ്റർക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എത്രയാണോ ഉള്ളത് ആ പ്രൊവിഷൻ നമ്മളൊരു അസറ്റായിട്ടും കാണിക്കണം. അതായത് ലൈബിലിറ്റി എങ്ങനെയാണോ അസറ്റിന് എഗനിസ്റ്റ് ഉള്ള അസറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത്, അസറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തതുപോലെ തന്നെ ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ എന്ത് ചെയ്യണം, അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യണം, ജസ്റ്റ് ലൈക്ക് ആൻ അസറ്റ്. Then debentures are also transferred to realization account. ഡിബഞ്ചേഴ്സിനെ എന്ത് ചെയ്യണം, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. Then cash and cash balance should not be transferred to realization account if they are not assumed by transferee company. അതായത് ക്യാഷും ക്യാഷ് ബാലൻസും എന്താണ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കുന്നില്ല എന്ന് പറയാത്ത സാഹചര്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ സാഹചര്യത്തിലും ക്യാഷും അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ എന്താ, ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു റിയലൈസേഷൻ അക്കൗണ്ട് ഇഫ് ദെയർ ആർ നോട്ട് അസ്യൂംഡ് ബൈ ട്രാൻസ്ഫറി കമ്പനി. അത് ട്രാൻസ്ഫറി കമ്പനി അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ക്യാഷും ക്യാഷ് ബാലൻസും ട്രാൻസ്ഫർ ചെയ്യേണ്ട.
ഐറ്റംസ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്. റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലുള്ള ഐറ്റംസ്, അതായത് സർപ്ലസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, സർപ്ലസ് അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ഡിവിഡൻഡ് ഇക്വലൈസേഷൻ ഫണ്ട്, ജനറൽ റിസർവ്, ക്യാപിറ്റൽ റിസർവ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സോ ഇത്രയുമാണ് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അതായത് എല്ലാ അസറ്റ്സും ലൈബിലിറ്റീസും ബുക്ക് വാല്യൂവിൽ തന്നെ എടുക്കുക. അസറ്റിന് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അസറ്റ്സിൻ്റെ ഗ്രോസ് എമൗണ്ട് മാത്രം എടുക്കുക. ഇൻടാൻജിബിൾ അസറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്നാൽ ഇൻടാൻജിബിൾ അസറ്റ് നമ്മൾ ചെയ്താലും ഫിക്റ്റീഷ്യസ് അസറ്റ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യരുത്. അതുപോലെ തന്നെ എന്താണ്, പ്രൊവിഷൻ, അതായത് പ്രൊവിഷൻ ഫോർ എംപ്ലോയി പ്രൊവിഡൻറ്റ് ഫണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രിസിയേഷൻ തുടങ്ങിയ പ്രൊവിഷൻസ് ഒക്കെ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മറ്റുള്ള ലൈബിലിറ്റീസ് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ലൈബിലിറ്റിക്ക് എഗനിസ്റ്റ് ആയിട്ടുള്ള പ്രൊവിഷൻ ആണെങ്കിൽ ലൈബിലിറ്റിയുടെ എഗനിസ്റ്റ് ഉള്ള പ്രൊവിഷന് അസറ്റായിട്ട് കൺസിഡർ ചെയ്യണം. അസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യുക. അതിന് പ്രൊവിഷൻ ചാർജ് ചെയ്തിട്ടുള്ള ലൈബിലിറ്റി ആണെങ്കിൽ ആ ലൈബിലിറ്റിയുടെ പ്രൊവിഷൻ ഇൻക്ലൂഡ് ചെയ്യാതെ ഗ്രോസ് എമൗണ്ട് മാത്രം റിയലൈസേഷനിലേക്ക് ലൈബിലിറ്റി സൈഡിൽ കൊടുക്കുക. ദെൻ അതിന് എഗനിസ്റ്റ് ഉള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് അസറ്റായിട്ടും എടുക്കുക. ഡിബഞ്ചറിനെ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ട്രാൻസ്ഫറിംഗ് കമ്പനി ക്യാഷ് ബാലൻസും അസ്യൂം ചെയ്യുന്നില്ല, അവരെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് അവർ അസ്യൂം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്യാഷും ബാങ്ക് ബാലൻസും റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട. അതുപോലെ തന്നെ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ ഹെഡിൽ വരുന്ന വേരിയസ് ഐറ്റംസ് അതെല്ലാം എന്താണ്, റിയലൈസേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയുമാണ് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിൻറ്റ്സ്. പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവും. ഏതെങ്കിലും പോയിൻറ്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മൂന്നാമത് നമ്മളിനി ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു വൈൻഡപ്പ് ചെയ്യുന്ന ഡേറ്റിൽ. സെക്കൻഡ് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷനുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രിയാണ് എഴുതുന്നത്. അതായത് പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആണ്, ട്രാൻസ്ഫറിംഗ് കമ്പനിയിൽ നിന്നുമുള്ള പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ ആണെന്ന് കാണിച്ചുകൊണ്ട് ആദ്യം ഒരു ജേണൽ എൻട്രി എഴുതണം. ട്രാൻസ്ഫറിംഗ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. അടുത്തത് അതിൻ്റെ പേയ്മെൻ്റ് ആണ് കാണിക്കേണ്ടത്. ട്രാൻസ്ഫറിംഗ് കമ്പനിയിൽ നിന്നും പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്തു. അതായത് നമുക്കറിയാം പർച്ചേസ് കൺസിഡറേഷൻ ഇക്വിറ്റി ഷെയറിൻ്റെ ഫോമിലാവാം, പ്രിഫറൻസ് ഷെയർ ആയിട്ടാവാം, ഡിബഞ്ചർ ആയിട്ടാവാം, ക്യാഷ് ആയിട്ടാവാം, അല്ലേ? എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, പർച്ചേസ് കൺസിഡറേഷൻ ഈ പറയുന്ന 4 ഫോമിൽ ഏതിൽ വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഈ 4 ഫോമിലും ആകാം. സോ ഇക്വിറ്റി ഷെയർ, ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ ഇൻ ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു, പ്രിഫറൻസ് ഷെയർ ഇൻ ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു, ഡിബഞ്ചർ ആണെങ്കിൽ ഡിബഞ്ചർ ഇൻ ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു, ഇനി ക്യാഷ് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ട്രാൻസ്ഫർ കമ്പനി അക്കൗണ്ട് എന്ന് എഴുതുക. ഇനി നാലാമത്തെ സ്റ്റെപ്പ് റിയലൈസേഷൻ എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ്. അവിടെ നമ്മൾ രണ്ടായിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയാണ് റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ജേണൽ എൻട്രി റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഇനി റിയലൈസേഷൻ എക്സ്പെൻസ് ട്രാൻസ്ഫറിംഗ് കമ്പനിയാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ, ട്രാൻസ്ഫറിംഗ് കമ്പനിയാണ് റിയലൈസേഷൻ അക്കൗണ്ട് മീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ജേണൽ എൻട്രി ഒന്നും ഇല്ല. ഇനി മൂന്നാമത് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ട്രാൻസ്ഫറർ കമ്പനി പേ ചെയ്യും. പക്ഷേ എന്താണ്, ആ ട്രാൻസ്ഫറർ കമ്പനി പേ ചെയ്യുന്ന റിയലൈസേഷൻ്റെ എക്സ്പെൻസ് പിന്നീട് ട്രാൻസ്ഫറിംഗ് കമ്പനിയിൽ നിന്നും റിംബ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഈടാക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ 2 ജേണൽ എൻട്രിയാണ് വരുന്നത്. ട്രാൻസ്ഫറിംഗ് കമ്പനി അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്, ഇവിടെ എഗ്രീഡ് വാല്യൂ, എക്സസ് വാല്യൂ ഉണ്ടെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതുക, ഡെപ്റ്റ് ടു ബാങ്ക്. സെക്കൻഡ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ട്രാൻസ്ഫറിംഗ് കമ്പനി. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ക്ലോസ് ദ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് വിച്ച് ആർ നോട്ട് ടേക്കൺ ബൈ ദ ട്രാൻസ്ഫറിംഗ് കമ്പനി. ട്രാൻസ്ഫറിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ്സോ ലൈബിലിറ്റീസോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള അസറ്റ്സും ലൈബിലിറ്റീസും ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അസറ്റ്സ് ട്രാൻസ്ഫറിംഗ് കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ്സ് ക്ലോസ് ചെയ്യുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ് ടു റിയലൈസേഷൻ. ഇതെവിടെ ലോസ് ആണെങ്കിൽ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, പ്രോഫിറ്റ് ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ, ലോസ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു അസറ്റ്. ഇനി അത് കമ്പൈൻ ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. ഇനി ലൈബിലിറ്റീസിൻ്റെ കേസിലാണ് അതുപോലെ തന്നെ ലൈബിലിറ്റി അക്കൗണ്ട് ഡെപ്റ്റ് റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് ടു റിയലൈസേഷൻ. അത് എക്സസ് പേയ്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ റിയലൈസേഷൻ, അതുപോലെ തന്നെ ലെസർ പേയ്മെൻറ്റ് ആണെങ്കിൽ
റിയലൈസേഷൻ ടു റിയലൈസേഷൻ എന്ന് എഴുതുക. സോ ഇനി 6th സ്റ്റെപ്പിൽ പ്രോഫിറ്റ് അതായത് റിയലൈസേഷൻ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നതെന്നാണ്. ഇവിടെ നമ്മൾ എന്താണ് ട്രാൻസ്ഫറി കമ്പനി ഏറ്റെടുക്കാത്ത അസറ്റ്സും ലൈബിലിറ്റീസും ക്ലോസ് ചെയ്യുന്ന കേസാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇവിടെ എന്താണ് ഇനി റിയലൈസേഷനിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് പറയുന്നത്. പ്രോഫിറ്റ് ആണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ലോസ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു റിയലൈസേഷൻ അക്കൗണ്ട്. 7ാമത്തെ സ്റ്റെപ്പിൽ ഷെയർ ക്യാപിറ്റൽ, റിസർവ്, സർപ്ലസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. സോ ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റും റിസർവും ഒക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേർണൽ എൻട്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റഡ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ്, സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ്, ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റഡ്, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അക്കൗണ്ട് debted, dividend equalization fund account debted, statutory reserve account debted, capital redemption account debted to equity share account. ഇനി അക്യുമുലേറ്റഡ് ലോസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ്, ടു പ്രിലിമിനറി എക്സ്പെൻസ്, ടു അണ്ടർറൈറ്റിംഗ് കമ്മീഷൻ, ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ആൻഡ് ഡിബെഞ്ചർ. ഇനി 8ാമത്തെ സ്റ്റെപ്പിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് പർച്ചേസ് കൺസിഡറേഷൻ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രിയാണ്. ഫോർ ക്ലോസിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് ഫൈനൽ പേയ്മെൻറ്റ് നടത്തി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുവാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ഇൻ ട്രാൻസ്ഫറി കമ്പനി ടു ബാങ്ക്. ഇനി 9ാമത്തെ സ്റ്റെപ്പിൽ എന്താണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്നതാണ്. ഫോർ ട്രാൻസ്ഫറിങ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡിസ്ചാർജ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഇനി 10ാമത്തെ സ്റ്റെപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഷെയർ ഇൻ ട്രാൻസ്ഫറർ കമ്പനി എമൗണ്ട് ട്രാൻസ്ഫറർ കമ്പനി ഷെയർ ഹോൾഡർ, അതായത് ട്രാൻസ്ഫറി കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫറർ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുകയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇത്രയുമാണ് ഇതെന്ന് പറയുന്നത് ട്രാൻസ്ഫറർ കമ്പനിയുടെ ബുക്സിൽ അമാൽഗമേഷൻ ഇൻ ദ നേച്ചർ ഓഫ് പർച്ചേസിൻ്റെ ബേസിലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ടിലെ ജേർണൽ എൻട്രീസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് പ്രൊസീജിയറാണ് ഫോളോ ചെയ്യേണ്ടത് ആ പ്രൊസീജിയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. ക്ലിയർ ആവാത്തത് ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.